യെസ്, വീണ്ടും മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖമാണോ? ഈ സുഖമാണോ എന്നൊരിക്കലും ഒരാളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കരുതെന്നാണ്, പകരം സൗഖ്യമാണോ എന്ന് ചോദിക്കുക. സൗഖ്യമാണോ? ഓക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും ചിട്ടയോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ എല്ലാവരും SSC CGL എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള, എന്നാൽ ആസ്പിരൻസ് എന്ന രീതിയിൽ ഒരുപാട് ഗൗരവത്തോടെ കാണേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ അതിന് വിപരീതമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ പറ്റിയിട്ടാണ്. സോ ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദ ഡോൺസ്, വാട്ട് ടു അവോയ്ഡ് ആൻഡ് വൈ. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പോലെ സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസ്. എന്താണ് സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി പറയാം. ഈ SSC എക്സാമുകളിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ നമ്മൾ ഇത്രയും വൃത്തിയായിട്ട് പറ്റിക്കുന്ന അല്ലെങ്കിൽ ബിട്രൈ ചെയ്യുന്ന മറ്റൊരു ഭാഗമില്ല. ഒരുപക്ഷെ നമ്മൾ 100% ശരിയാണെന്ന് വിശ്വസിച്ച് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ പോലും സൂപ്പർഫ്ലൂവസ് ആയത് കാരണം തെറ്റായി പോകാം. അപ്പൊ എന്താ ഈ സൂപ്പർഫ്ലൂവസ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു പദം, അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം സ്വല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. മദ്യപിച്ച എല്ലാവരെയും പോലെ ബോധം പോവും, മറ്റു ഉപദ്രവങ്ങളൊന്നുമില്ല. ആകെ അദ്ദേഹം മറ്റുള്ളവർക്ക് വരുത്തുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഈ ആവർത്തനമാണ്. ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, പലതവണ പറയുക. അപ്പം അദ്ദേഹം ഇത് ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആഹ്ലാദത്തോടു കൂടി പുതിയ എന്തോ പറയുന്നു എന്ന അനുഭൂതിയിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഈ പരിസരത്തുള്ള സുബോധമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത് ആവർത്തിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആവർത്തനം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വായനയിലായാലും എഴുത്തിലായാലും കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് അസ്വസ്ഥത ഉളവാക്കുന്ന, നമ്മളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്, അല്ലേ? ഒരേ അർത്ഥമുള്ള വാക്കുകൾ എന്തിനാണ് പലതവണ റിപ്പീറ്റ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആവർത്തനം ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് പിഴവുകളിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ അത്തരത്തിൽ ഇംഗ്ലീഷിലും ഈ ആവർത്തനമുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. അതിനെയാണ് സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില പദപ്രയോഗങ്ങൾ പോലും സൂപ്പർഫ്ലൂവസ് ആണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് ചില സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസിനെ പറ്റി പഠിച്ചാലോ? ഓക്കെ, ഇതൊരു പക്ഷെ പഠിച്ചില്ല എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മാർക്ക് ചോർന്നു പോകും കേട്ടോ എക്സാമിന്. ഓക്കെ, അപ്പം ഓരോ ചോദ്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും, ഓരോ സെന്റൻസുകളുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻ ഞാൻ തരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കുക. ഞാൻ പറയുന്നതിന് മുന്നേ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് സെന്റൻസ്. ഷീ ഡിസൈഡഡ് ടു റിട്ടേൺ back to her hometown where she spent most of her childhood. ആഹാ, എന്തു ഭംഗിയല്ലേ! യാതൊരുവിധ തെറ്റുമില്ലാത്ത നല്ല പക്ക ആയിട്ടുള്ള സെന്റൻസ്, ഒറ്റ വായനയിൽ തന്നെ വളരെ ശരിയാണെന്ന് തോന്നുന്ന, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ തെറ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് റിട്ടേൺ ബാക്ക് ആണ്. എന്താണ് ഈ റിട്ടേൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗോയിങ് ബാക്ക് എന്ന് തന്നെയല്ലേ? അപ്പൊ ഈ ഗോയിങ് ബാക്ക് എന്ന അർത്ഥമുള്ള റിട്ടേണിന്റെ കൂടെ ഒരു മേമ്പടിക്ക് എന്നോണം ബാക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും വേണ്ട. റിട്ടേണിന്റെ കൂടെ ബാക്ക് ഉപയോഗിക്കരുത്. റിട്ടേൺ ബാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫ്രേസേ അല്ല. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ റിട്ടേണിന്റെ കൂടെ ബാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ ഇതുപോലുള്ള ഒരു ചോദ്യം എറർ സ്പോട്ടിങ്ങിന്റെ ഭാഗമായിട്ട് തന്നാൽ പോലും നിങ്ങൾ നോ എറർ കുത്താനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. യെസ്. അടുത്തത്, he entered into the conference room while the presentation was already in progress. പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അവൻ ആ ഒരു കോൺഫറൻസ് റൂമിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ enteredന്റെ കൂടെ into വേണ്ട. ഓക്കെ, the verb enter doesn't require into. enter എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്, അല്ലെ? going into something എന്നാണ്. enterന്റെ അർത്ഥം എന്താണ്? going into സംതിങ്. അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഒരു ക്ലാരിറ്റിക്ക് എന്നവണ്ണം നമ്മൾ ഇൻറ്റു ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എവിടെ? നമ്മളൊരു ഫിസിക്കൽ സ്പേസിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചും കൂടി ശ്രദ്ധയോടെ കേൾക്കണം. നമ്മളൊരു ഫിസിക്കൽ സ്പേസ്, ഒരു ബിൽഡിങ്ങോ ഒരു റൂമിലേക്കോ എൻ്റർ ചെയ്യുമ്പോൾ
അപ്പം എൻറ്റർ എന്ന ക്രിയയുടെ കൂടെ ഇൻറ്റു വേണ്ട കേട്ടോ, ഇൻറ്റു വേണ്ട. എവിടെ? നമ്മളൊരു ഫിസിക്കൽ സ്പേസിൽ. ഒരുപക്ഷെ ഒരു റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിരിക്കാം. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ എൻറ്ററിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കരുത്? ഇൻറ്റു ഉപയോഗിക്കരുത്. ഇനി എൻറ്ററിൻ്റെ കൂടെ ഇൻറ്റു ഉപയോഗിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എൻറ്റർ ഇൻറ്റു എന്ന് പറയും, നമ്മൾ പ്രവേശിക്കുന്നത് ഒരു എഗ്രിമെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്കോ ഒക്കെ ആണെങ്കിൽ, ഒരു ഫിസിക്കൽ സ്പേസിലേക്കല്ല, മറിച്ച് ഒരു കോൺട്രാക്റ്റിലേക്ക് കടന്നു, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു എഗ്രിമെന്റ് അല്ലെ ഡിസ്കഷനിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ എൻറ്റർ ഇൻറ്റു എന്ന് ഉപയോഗിക്കും. ഇവിടെ കറക്റ്റ് ആണ്, പക്ഷെ എന്നാൽ ഒരു ഫിസിക്കൽ സ്പേസിലേക്ക് പ്രവേശിക്കും എൻറ്ററിന്റെ കൂടെ ഇൻറ്റു പാടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, യെസ്. അടുത്തത്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് അഗെയിൻ. അവിടെ തന്നെ കിട്ടി അല്ലേ, സ്ട്രൈക്ക് ചെയ്തു. റിപ്പീറ്റ്. ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു സംതിങ് അഗെയിൻ എന്നാണ് അല്ലേ, ഡു സംതിങ് അല്ലെ, ഡൂയിങ് സംതിങ് അഗെയിൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പം വീണ്ടും അഗെയിൻ എന്ന വാക്ക് വീണ്ടും റിപ്പീറ്റിന്റെ കൂടെ റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റിപ്പീറ്റിന്റെ കൂടെ എന്ത് റിപ്പീറ്റ് അടിക്കണ്ട? അഗെയിൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുമെങ്കിൽ പോലും ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് ആ ഒരു എക്സാം ഹാളിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇത് വായിച്ചെടുക്കുമ്പോൾ അത് സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ എങ്ങനെ പരിചയപ്പെടുക. അപ്പൊ ആ ഒരു സ്ട്രെസ് കുറഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, യെസ്. ആൻഡ് ദ ഫോർത്ത് വൺ, I will reply back to your email once I finish reviewing the report. ഞാൻ നിനക്ക് നിന്റെ ഇമെയിലിന് റിപ്ലൈ തരാമെന്നാണ് പറയുന്നത്. റിപ്ലൈ എന്ന വാക്കിന്റെ അർത്ഥം വി നോ, അത് റെസ്പോൺസ് ആണ് അല്ലെ, പ്രതികരണം അല്ലെങ്കിൽ മറുപടിയാണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് വേണ്ട? ബാക്ക് വേണ്ട. റിപ്ലൈന്റെ കൂടെ ബാക്ക് വേണ്ട. ഉദാഹരണത്തിന്, പ്ലീസ് റിപ്ലൈ ടു മൈ ഇമെയിൽ. ഇങ്ങനെയല്ലേ വരിക? പ്ലീസ് റിപ്ലൈ ടു മൈ ഇമെയിൽ. റിപ്ലൈ ബാക്ക് എന്ന് പറയണ്ട കേട്ടോ. അതൊക്കെ മീനിങ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഈ സൂപ്പർഫ്ലൂവസിനെ റിഡണ്ടന്റ് എന്നും പറയും, റിഡണ്ടന്റ് ഫ്രേസ് എന്നും പറയും കേട്ടോ. അത് മറ്റൊരു പേരാണ്. യെസ്, ഓക്കെ, യെസ്, യെസ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും സ്നേഹത്തോടു കൂടി ദിശ അക്കാഡമി CGL ആസ്പിരൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ആരംഭിച്ച ക്രാഷ് കോഴ്സിനെ പറ്റി ഒന്നുകൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലാപ്പിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വി ആർ ഇൻ ദ ഫൈനൽ ലാപ്പ്. അപ്പോൾ ഈ ഫൈനൽ ലാപ്പിലെ പരിമിതമായ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഗൈഡൻസിന്റെ അണ്ടറിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി മനോഹരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേവലം 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങളുടെ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ സിലബസ് ഒക്കെ ഭൂരിഭാഗവും അതിന്റെ കവർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ചില മേഖലകളിൽ കുറച്ചും കൂടി ഒരു ഗൈഡൻസ് ആവശ്യമാണ്, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആവശ്യമാണ് എന്ന് കരുതുന്നവരുണ്ട്. അപ്പം ഇനി അവരെ സംബന്ധിച്ചൊരു റെഗുലർ കോഴ്സ് എടുത്ത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുക എന്നുള്ളത് ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ അവിടെയാണ് ഈ ഇത്തരത്തിലുള്ള ക്രാഷ് കോഴ്സിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് മേഖലകളിലാണോ കൂടുതലായിട്ട് എക്സൽ ചെയ്യേണ്ടത്, ഈസി ചെയ്യേണ്ടത്, ആ മേഖലകൾക്ക് ഒന്നുകൂടി ഫോക്കസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു മേഖലകളിൽ മാത്രം ഗൈഡൻസ് സീക്ക് ചെയ്യാൻ ഈ ക്രാഷ് കോഴ്സിലൂടെ സാധിക്കും. അപ്പം എല്ലാ ദിവസവും, ഇപ്പം നമുക്കൊരു 10-40 ദിവസങ്ങൾ മുൻപോട്ടുണ്ട്. അപ്പം എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. യഥാസമയം ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ തീർച്ചയായിട്ടും മെന്റർ സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, യെസ്. അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഞ്ചാമത്തെ സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻ ആണ്. The two companies agreed to collaborate together. Collaborate. ഈ കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് സംതിങ് ടുഗെദർ എന്ന് അല്ലേ, ഒരുമിച്ച് ചെയ്യുന്നതിനെയല്ലേ കൊളാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, പരസ്പരം സഹകരണത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് കൊളാബറേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്ക് വളരെ പരിചിതമായിരിക്കും അല്ലേ. കൊളാബ് ചെയ്യുക എന്ന് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാറുണ്ട് അല്ലേ. എന്താ കൊളാബ് എന്ന് പറഞ്ഞാൽ? ഒരു അക്കൗണ്ടിലെ കണ്ടന്റ് മറ്റൊരു അക്കൗണ്ടുമായിട്ടല്ലേ അവര് ജോയിന്റ് ആയിട്ട്
അത് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, ഷെയർ ചെയ്യുന്നതാണ്. അതിനാണ് കൊളാബ് ചെയ്യുക ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ഓക്കെ, യെസ്. 6, ആഫ്റ്റർ ദ ബ്രേക്ക് ദ സ്പീക്കർ കണ്ടിന്യൂഡ് ഓൺ വിത്ത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഹിസ് പ്രസന്റേഷൻ. ബ്രേക്കിന് ശേഷം തുടർന്നു എന്നാണ്. തുടർന്നു എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ എന്ന വാക്കിന്റെ കൂടെ ഓൺ വേണ്ട, കണ്ടിന്യൂഡ് വിത്ത് സംതിങ് എന്ന് കൊടുത്താൽ മതി. എന്തിനെ വെച്ചിട്ടാണോ കണ്ടിന്യൂ ചെയ്തത് അത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. യെസ്, കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ഓൺ എന്നാണ് അല്ലെ, മൂവിങ് ഫോർവേഡ് എന്ന് തന്നെയാണ്. പിന്നെ വീണ്ടും അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അനാവശ്യമായിട്ട് ഓൺ ചേർക്കേണ്ട ആവശ്യമില്ല, മൂവിങ് ഫോർവേഡ് എന്നാണ്. ഓക്കെ, യെസ്, ഓൺ വേണ്ട, അതാണ് അതിനകത്തെ തെറ്റ്. യെസ്, യു ക്യാൻ ആഡ് ഇൻ ദ ചോപ്ഡ് ഓണിയൻസ് ആഫ്റ്റർ ദ ഓയിൽ സ്റ്റാർട്ട്സ് ടു ഹീറ്റ് അപ്പ്. ഒരു കാര്യം ആഡ് ചെയ്യുക. ആഡ് ഓൺ, ആഡ് ഇൻ, നോ, ആഡ് ഇൻ എന്ന് പറയില്ല, ആഡ് എന്ന് മതി. ഉദാഹരണത്തിന് നമ്മളിങ്ങനെയല്ലേ പറയാ, ആഡ് ഷുഗർ ടു ദ ടീ എന്നല്ലേ പറയാ, കുറച്ച് പഞ്ചാര ഇട്ടേന്ന്. അല്ലാണ്ട് ആഡ് ഇൻ ഷുഗർ ടു ദ ടീ എന്ന് പറയുന്നത് എത്രയോ ഓക്വേർഡ് ആണ്, അതിന്റെ ആവശ്യമില്ല, വളരെ റിഡൻഡന്റ് ആണ്. ആഡ് ഓൾറെഡി അതിനാൽ തന്നെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു വെർബാണ്. അതിന്റെ കൂടെ അൺനെസസറിലി നമ്മൾ എന്ത് യൂസ് ചെയ്യണ്ട, ഇന്ന് യൂസ് ചെയ്യണ്ട. ഓക്കെ, യെസ്. 8, the two departments will merge together. merge എന്ന വാക്കിന്റെ അർത്ഥം കമ്പൈൻ എന്നാണ്. രണ്ടുപേരും അല്ലെ കൂട്ടിച്ചേർക്കാതെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? അപ്പം ടുഗദർ വേണ്ട, ഇതിന്റെ അർത്ഥം എന്താണ്? merge എന്ന് ചെയ്യുന്ന കമ്പൈൻ എന്നാണ്. അപ്പം ഇവിടെ ടുഗദർ എന്ന വാക്ക് വീണ്ടും ഒരേ അർത്ഥം തന്നെയാണ് അതിന്, വീണ്ടും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതിനാൽ തന്നെ പൂർണ്ണ അർത്ഥമുള്ളതാണ് merge എന്ന വാക്ക്. ഓക്കെ, യെസ്. 9, we need to discuss about the new proposal that was presented yesterday in the meeting. ഇന്നലെ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യപ്പെട്ട അല്ലെ പ്രപ്പോസ് ചെയ്യപ്പെട്ട ആ ഒരു കാര്യം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. നോക്കൂ, ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഈ ഡിസ്കസ് എന്ന് എഴുതിയാലും ഈ ഡിസ്കസിന്റെ കൂടെ എബൌട്ട് ചേർത്തില്ലേ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല അല്ലെ. നമ്മൾ വിചാരിക്കും ഡിസ്കസിന്റെ കൂടെ എബൌട്ട് വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നമ്മൾ പഠിച്ചതിന്റെ അല്ലെങ്കിൽ കേട്ടതിന്റെ ഒക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. യെസ്, ഡിസ്കസിന്റെ കൂടെ ഒരിക്കലും യു ഷുഡ് നെവർ യൂസ് എബൌട്ട്. കാരണം ഈ ഡിസ്കസ് എന്നുള്ളത് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. ഇറ്റ് ടേക്സ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് കേട്ടോ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കും. അപ്പൊ ഇവിടെ എന്ത് വേണ്ട? എബൌട്ട് വേണ്ട. ഇതിന്റെ മധ്യത്തിൽ ഒരു എബൌട്ട് വേണ്ട. ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഡിസ്കസ് സംതിങ് എന്നാണ്. ഡിസ്കസ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ ടു ടോക്ക് അബൌട്ട് സംതിങ് എന്നാണല്ലോ, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് മീനിങ്. പിന്നെ എക്സ്ട്രാ എബൌട്ടിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. സെവറൽ ലോക്കൽ ഓർഗനൈസേഷൻ ഡിസൈറിംഗ് ടു ജോയിൻ ടുഗെദർ. ജോയിൻ ഇതുപോലെ തന്നെയാണ്. ജോയിന്റെ കൂടെ എന്ത് വേണ്ട? ടുഗെദർ വേണ്ട. ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഇതാണ് കേട്ടോ. ഓക്കെ, യെസ്, ജോയിൻ വേണ്ട. ജോയിൻ നമ്മൾ പൊതുവെ ഈ ചെറുപ്പത്തിൽ സ്പീച്ച് പറയുമ്പം അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. 5ാം ക്ലാസ് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ വന്നപ്പോൾ ഇതെങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് തുടങ്ങുന്നത്? ഇങ്ങനെ ആയിരിക്കണം, അത് കാണാതെ പഠിക്കും. നടുക്കുള്ള ഭാഗമൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെ ചെയ്യും. അവസാനത് ഇങ്ങനെയായിരുന്നു, ലെറ്റ്സ് ജോയിൻ. ഏതാണോ വിഷയം അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ജോയിൻ എന്നാണ് അല്ലേ. ആ ഒരു ഫ്രേസ് എന്താണ്? ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് എന്നാണ്. അത്ര മതി. പിന്നെ ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ്, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, we were sitting by the beach enjoying gentle breeze that touched our faces. എന്ത് കാറ്റാ? ഇളം കാറ്റ് അല്ലേ. നമ്മുടെ കല്യാണരാമനകത്ത് ദിലീപ് ഒരു പാട്ട് പാടുന്നില്ലേ, ഇളം കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറയുന്ന പോലെ ഇളം കാറ്റാണ് അല്ലേ, ഇളം കാറ്റ്. ഈ ബ്രീസ് എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് വിൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇതിന്റെ കൂടെ വീണ്ടും ഒരു ജെന്റിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ബ്രീസിന്റെ അർത്ഥം ഇളം കാറ്റെന്ന് തന്നെയാണ്. ഇളം കാറ്റിനെയാണ് എന്ത് പറയുന്നത്?
ബ്രീസ് എന്ന് പറയുന്നത്. ലൈറ്റ് വിൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഈ ജെന്റിൽ എന്ന വാക്കിന്റെ അർത്ഥം സോഫ്റ്റ് എന്നാണ്. അപ്പൊ ഈ സോഫ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, അൺനെസസറി ആണ്, റിഡണ്ടന്റ് ആണ്. അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കാം. നോക്കൂ, ഇത്തരത്തിലുള്ള ഈ സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസ് ഒറ്റ നോട്ടത്തില് നമുക്കത് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ തെറ്റാണെന്ന് പോലും തോന്നുന്നില്ല, അല്ലെ? അതാണ് ഈ ഒരു സംഭവം ഇത്ര ട്രിക്കി ആയി മാറാനുള്ള കാരണം. അപ്പൊ ഇതുപോലെ വളരെ ട്രിക്കി ആയിട്ടുള്ള മറ്റു ചില എക്സ്പ്രഷൻസും ഉണ്ട്, നമുക്ക് നോക്കാം വഴിയെ. ഓക്കെ, യെസ്, ഹി ഡ്രോപ്ഡ് എ ഫ്യൂ പീസസ് ഓഫ് കോൾഡ് ഐസ് ഇൻടു ദ ഗ്ലാസ് ഓഫ് ലെമണേഡ്. സി, കോൾഡ് ഐസ്. ഐസ് ഓൾറെഡി കോൾഡ് അല്ലേ? അത് ചൂടുള്ള ഐസൊന്നും ഇല്ലല്ലോ. എന്തിനാണത് വീണ്ടും പറയുന്നത്? കോൾഡ് വേണ്ട. അപ്പൊ ഇതൊക്കെ ആവർത്തന വിരസതയാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ ഗ്യാസ് അടിക്കുക എന്ന് പറയും, അല്ലേ? ഈ ഗ്യാസ് കയറ്റി എഴുതുക, പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസ് അടിക്കുന്ന വിഷയം ഏതാണ്? മലയാളമാണ്, അല്ലേ? ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഒരാവശ്യമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരും, മൂന്നാമത്തെ വരിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ചുമ്മാ എഴുതും. അപ്പം അങ്ങനെ ഗ്യാസ് അടിക്കുന്ന കൂട്ടാണ് ഈ സൂപ്പർഫ്ലൂവസ് എക്സ്പ്രഷൻസ് എന്ന് മനസ്സിലാക്കുക. യെസ്, ഷീ ഡ്രൂ എ പെർഫെക്റ്റ് റൗണ്ട് സർക്കിൾ ഓൺ ദ വൈറ്റ് ബോർഡ് ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്. അവൾ എന്താണ്? സർക്കിൾ എങ്ങനെയാ? വട്ടത്തിനെയല്ലേ നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും റൗണ്ട് എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സർക്കിൾ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ റൗണ്ട് ആണ്, അല്ലേ? പിന്നെ വീണ്ടും റൗണ്ട് എന്ന് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കിൾ ഉണ്ടാവണം, എങ്കിൽ റൗണ്ട് സർക്കിൾ ഇന്ന സർക്കിളാന്ന് പറയുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് വിചാരിക്കാം. യെസ്, ഇപ്പൊ റൗണ്ടിന്റെ സർക്കിളിന്റെ കൂടെ എന്ത് വേണ്ട? റൗണ്ട് വേണ്ട. ബൈ ഡെഫിനിഷൻ റൗണ്ട് തന്നെയാണല്ലോ. യെസ്, ഇറ്റ് വാസ് an unexpected surprise when all her friends showed up at the party. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, അല്ലേ? നമ്മൾ എന്തിനെയാണ് സർപ്രൈസ് എന്ന് പറയുന്നത്? പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെയാണോ സർപ്രൈസ്? അൺഎക്സ്പെക്റ്റഡ് ആണ്, അല്ലേ? സർപ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനാൽ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അത് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ പോരെ? സർപ്രൈസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എലമെന്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒറ്റ വാക്കിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും അൺഎക്സ്പെക്റ്റഡ് എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, the judge came to a final conclusion after hearing all the witnesses. എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചതിന്റെ അവസാനം ജഡ്ജ് ഒരു കൺക്ലൂഷനിലെത്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഫൈനൽ വേണ്ട. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫൈനൽ പാർട്ട് ഓഫ് സംതിങ് എന്നാണ്, അല്ലെ അതിന്റെ മീനിങ്. പിന്നെ അത് വീണ്ടും ഫൈനൽ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വായിക്കുന്നവന് കേൾക്കുന്നവനൊക്കെ കൃത്യമായിട്ട് അറിയാം ഫൈനൽ ആണെന്നല്ലേ. അല്ലെ ഒരുപാട് കൺക്ലൂഷൻ ഉണ്ട്, ഒരു കൺക്ലൂഷൻ, രണ്ട് കൺക്ലൂഷൻ, ഇതാണ് അവസാനത്തെ കൺക്ലൂഷൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു റിയാലിറ്റിയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്തത് കൊണ്ട് ഫൈനൽ വേണ്ട, ജസ്റ്റ് കൺക്ലൂഷൻ ഇസ് ഇനഫ് കേട്ടോ. യെസ്, ഓക്കെ. 16, the documentary gave a detailed account of the past history of the monument. പാസ്റ്റ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററി ഹിസ്റ്ററി itself refers to ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു ദ പാസ്റ്റ്. പിന്നെ വീണ്ടും പാസ്റ്റ് എന്ന് പറയണോ? പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയണോ? വേണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് പറയാ, അറിയാതെ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. പക്ഷെ അത് ഒരുപാട് മാർക്ക് കോസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. The lawyer presented only true facts during the court proceedings. ട്രൂ അല്ലാത്ത ഫാക്ട് ഉണ്ടോ? ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഫാക്ട് എന്ന് പറഞ്ഞാൽ? സംതിങ് ദാറ്റ് ഈസ് ട്രൂ എന്നാണ്, അല്ലേ? ഓക്കെ, ട്രൂ അല്ലാത്ത ഫാക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വിചാരിക്കുക. ഈ ഫാക്ട് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് ട്രൂ എന്നാണ്. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളാണെന്ന് മനസ്സിലാക്കുക.
The guests at the party were few in number due to the heavy rain. ഇതും വളരെ ട്രിക്കിയാണ്. ഫ്യൂ ഓൾറെഡി ഷോസ് ക്വാണ്ടിറ്റി, നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് വേണ്ട കേട്ടോ, ഇൻ നമ്പർ എന്ന് വേണ്ട, വേറെ ഫ്യൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അത് ഫ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ദ കോൺട്രാക്ട് വാസ് സൈൻഡ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ എഗ്രിമെന്റ്. നിങ്ങൾ എന്തിനെയാണ് ഒരു എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്? എന്തിനെയാണ് ഒരു എഗ്രിമെന്റ്? പരസ്പര സമ്മതത്തോടുള്ള ഒരു കാര്യമല്ല, പരസ്പര സമ്മതമാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും അവിടെ പരസ്പരം എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എഗ്രിമെന്റ് ഓൾറെഡി ഷോസ് ദാറ്റ് ബോത്ത് പാർട്ടീസ് ആർ വില്ലിങ്, അല്ലെ? രണ്ടുപേരും വില്ലിങ് ആണ്, അല്ലെങ്കിൽ രണ്ടുപേരും സമ്മതം കൊടുത്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മ്യൂച്വൽ വേണ്ട കേട്ടോ, ജസ്റ്റ് എഗ്രിമെന്റ് ഈസ് ഇനഫ്. ഓക്കെ, മ്യൂച്വൽ എഗ്രിമെന്റ് എന്ന് പറയില്ല. Yes, she gave a brief summary of the novel in her presentation. Summary എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചുരുക്കം എന്ന് പറയും, അല്ലേ? ചുരുക്കം. ചുരുക്കം എപ്പോഴും ബ്രീഫ് തന്നെ ആയിരിക്കും, അല്ലേ? ഒരു സംക്ഷിപ്ത രൂപം എന്നാണ് മലയാളത്തിൽ പറയുക, അല്ലെ? ഒരു വലിയൊരു പാസേജിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഉള്ള വളരെ ചെറിയ ഒരു ഖണ്ഡികയായിരിക്കും സമ്മറി എന്ന് പറയുന്നത്. അത് ഓൾറെഡി ബ്രീഫാണ്, അതുകൊണ്ടാണ് അതിനെ സമ്മറി എന്ന് വിളിക്കുന്നത്. പിന്നെ വീണ്ടും എന്ത് വേണ്ട? ബ്രീഫ് സമ്മറി എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതും വളരെ എപ്പോഴും നമ്മൾ വരുത്തുന്ന ഒരു സൂപ്പർഫ്ലൂയസ് എക്സ്പ്രഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബ്രീഫ് സമ്മറി, ഡിസ്കസ് അബൌട്ട്, എൻറ്റർ ഇൻ ടു തുടങ്ങിയ ഫ്രേസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മളൊക്കെ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം ശ്രദ്ധാലുവാകണമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഹാപ്പി ലേണിംഗ്.